അനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പച്ച ഏത്തക്ക വെച്ച് ഉണ്ടാക്കുന്ന ഒരു നാടൻ പലഹാരമാണ്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ സാധാരണയായിട്ട് ഉണ്ടാക്കിയിരുന്നതാണ്. പക്ഷെ ഇപ്പം അങ്ങനെ അധികം ആരും ഉണ്ടാക്കി കാണാറില്ല. വളരെ ടേസ്റ്റിയാണ്, എന്നാൽ അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ എന്തായാലും നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ കാവിളയിച്ചത് ഉണ്ടാക്കാനായിട്ട് ഞാനിതുപോലെ 2 പച്ച ഏത്തക്ക എടുത്തിട്ടുണ്ട്. ഇതിന് ഏറ്റവും നല്ലത് ഏത്തക്കയാണ് കേട്ടോ. ഇതല്ലാതെ നമ്മൾ ഈ ബജിയൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന കായ ഉണ്ടല്ലോ, ചെറിയ കായ, അത് വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഇപ്പോൾ സാധാരണ ഈ പച്ച ഏത്തക്ക വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ഒന്നുകിൽ കുക്കറിലിട്ട് വേവിക്കാം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഏത്തപ്പഴമൊക്കെ പുഴുങ്ങുന്ന പോലെ ആവിയിൽ വേവിച്ചെടുക്കാം. കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. അപ്പം ഞാനിന്ന് കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കറിൽ ഇതുപോലെ കുറച്ച് വെള്ളം എടുക്കണം. അപ്പോൾ ഇതൊന്ന് മുറിച്ചിട്ടാണ് കുക്കറിലിടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം 2 അറ്റം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഒരു കായ 2ആയിട്ട് മുറിച്ചിട്ട് കുക്കറിലോട്ടിടാം. ഇനി ഓരോ പീസിലും ആ കായുടെ തൊലി ഒന്നിങ്ങനെ വരഞ്ഞു കൊടുക്കണേ. ഒരു സ്ഥലത്ത് മാത്രം ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ വേവിച്ചെടുത്ത് കഴിയുമ്പം പെട്ടെന്ന് ആ തൊലിയൊക്കെ അങ്ങ് ഇളകി വരും. ഇനി നമുക്ക് കുക്കറിലിടാം. ഇത് ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ വേവിക്കണം. അത് കഴിഞ്ഞ് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ പ്രഷർ ഫുള്ള് പോയിട്ടുണ്ടാവും. അപ്പോൾ തുറന്നാൽ മതി. ഇപ്പോൾ കാ ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്ത് എടുത്താൽ മതി. ഒത്തിരി വലിയ പീസുകളല്ല, ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഒരു പാനിൽ 1/4 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. 1/4 കപ്പ് തന്നെ വേണമെന്നില്ല. നല്ല മധുരം വേണമെങ്കിൽ 1 കപ്പ് വരെയൊക്കെ ചേർക്കാം. ഇതിനകത്തോട്ടൊരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിക്കണം. ഇനി ഈ ശർക്കര വെള്ളത്തിലൊന്ന് അലിഞ്ഞ് വന്നാൽ മതി. ഇത് കുറുകി പാനിയാവുമെന്ന് വേണ്ട, ജസ്റ്റ് ആ വെള്ളത്തിൽ ശർക്കരയൊന്ന് അലിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ശർക്കര നന്നായിട്ട് വെള്ളത്തിൽ അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കണം. പൊടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ്. ഇപ്പോൾ പൊടിയില്ലാത്ത ശർക്കരയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അത് ഒഴിവാക്കിയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഞാൻ എന്തായാലും ഇതൊന്ന് അരിച്ച് എടുക്കുവാണേ. നമ്മളിപ്പോൾ അരിച്ചെടുത്ത ശർക്കര പാനിയിലോട്ട് വേവിച്ച് വെച്ച പച്ച ഏത്തക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ഒരു 1/2 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർക്കാം. ജസ്റ്റ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ആ കായിലോട്ട് ശർക്കര നന്നായിട്ട് പിടിക്കണം. എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, തീ കൂട്ടി വെക്കരുത്. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പം ഈ കുറച്ചിങ്ങനെ കായിലോട്ട് ശർക്കര പിടിച്ചു തുടങ്ങുന്ന സമയത്ത് ഇതിനകത്തോട്ട് ഒരു 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇത് അടച്ചു വെച്ച് വേവിക്കാം. ശർക്കര ഫുള്ള് വറ്റി ഏത്തക്കയിൽ നന്നായിട്ടങ്ങ് പിടിച്ചിട്ടുണ്ടാവണം. ഇപ്പോൾ കണ്ടോ, ആ ശർക്കര ഏത്തക്കയിലോട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അത് ഫുള്ള് വറ്റിയിട്ടുമുണ്ട്. ഒക്കെ ഈ ഒരു പരുവത്തിലാവണം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർക്കാം. ഞാനിവിടെ 1 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. 1 കപ്പെന്ന് വെച്ചാൽ 3 വലിയ പിടിയാണ്. അത് ഫുള്ള് വേണം എന്നില്ല. ആദ്യം ഒരു 1/4 കപ്പൊക്കെ ഒന്ന് ഇട്ട് നോക്കുക. പിന്നെ വേണമെങ്കിൽ ബാക്കി ഇട്ടാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ബാക്കി ഇരിക്കുന്നതും കൂടി ചേർക്കാം. ഇതിനകത്ത് ശരിക്കും തേങ്ങയൊക്കെ കുറച്ച് കൂടുതലുള്ളത് തന്നെയാണ് ടേസ്റ്റ്. ആ ഏത്തക്കയും ശർക്കരയും തേങ്ങയും എല്ലാം കൂടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ബാക്കിയുള്ള തേങ്ങയും കൂടി അങ്ങ് ഇടുവാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഒരു കപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഏത്തക്ക വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ്, അതായത് കാഷ്യൂനട്ടോ അല്ലെങ്കിൽ കറുത്ത എള്ളോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർക്കാം. കുറച്ച് അല്പം നെയ്യിലൊന്ന് വറുത്തിട്ട് ഈ സമയത്ത് തന്നെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ പല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു രീതിയാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ ഇതിനെ പല വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, എന്നാൽ അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നമുക്ക് എപ്പോഴും കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു നാടൻ പലഹാരമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ റെസിപ്പി ഷെയർ ചെയ്യാൻ മറക്കല്ലേ.
പിന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ ഒരു ബെൽ ഐക്കൺ വരും, അതും കൂടി ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.